നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഒരു സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി. നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഫ്രഷ് ചെമ്മീൻ. നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് വരാം. ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ വാല് കളഞ്ഞിട്ടില്ല കേട്ടോ. വാല് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. തലയും സ്കിന്നൊക്കെ ഞാൻ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ചെമ്മീൻ തലയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അടപ്പിൽ കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മസാല ഉണ്ടാക്കണ്ടേ. ഈ മസാല ഒക്കെ എടുത്തേക്കണത് കറയാമ്പ്, കുരുമുളക്, പട്ട, സ്റ്റാർ, പിന്നെ കുറച്ച് ജാതിക്കയുടെ കഷ്ണം കട്ട് ചെയ്തത്, പിന്നെ ചെറിയ ജീരകം ഇത്തിരി, ഏലക്ക, വലിയ ജീരകം, തക്കോലം മിക്സിയിൽ പൊടിച്ചുകൊണ്ട് വരാം. ഇനി കുക്കറിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 തക്കാളി ഉണ്ട് കേട്ടോ. 3 തക്കാളി ചോപ്പ് ചെയ്ത്, സൺഫ്ലവർ ഓയിലും കൂടി ഇടണേ. ഒരു 2 സ്പൂണൊക്കെ മതിയായിരിക്കും. നെയ്യ് കൂടുതൽ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ വെളുത്തുള്ളി കൂടുതൽ എടുക്കണം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചതച്ചെടുത്തതാണ്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഈ മസാല കിടന്ന് നന്നായിട്ട് മൊരിയട്ടെ. ഉപ്പിട്ട് കൊടുക്കാം. ചെമ്മീനിട്ട് കൊടുക്കാം. ഇനി ചെമ്മീൻ ഞാൻ കുടലൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് ഓഫ് ചെയ്യാം നമുക്ക്. ഇവിടെ ഈ കശുവണ്ടിയും കസ്കസ് ഇതും കൂടി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിലിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. പിന്നെ ചെമ്മീൻ ആദ്യം കുക്കാകണ്ട കേട്ടോ. ഭയങ്കര കുക്കായി കഴിഞ്ഞാൽ അത് ഭയങ്കര റബ്ബർ പോലെ ഇരിക്കും. ആ സോഫ്റ്റ്നെസ് പോകും. ഒരു ലൈറ്റ് റെഡ് കളർ വന്നില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ബിരിയാണി മസാലപ്പൊടിയില്ലേ, അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒന്ന് നോക്കാം നമുക്ക് മസാല. ഇതിനധികം മസാല ഉണ്ടാവില്ല കേട്ടോ. ഒരു ലൈറ്റ് മസാല ആയിരിക്കും. കുറച്ചും കൂടി ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മസാല നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ ഞാനിവിടെ സവാള 5 സവാള വറുത്ത് വെച്ചതാണ്. കാരണം നമ്മൾ പച്ച സവാള ഒന്നും ഇടുന്നില്ല. നമ്മൾ വറുത്ത സവാളയാണ് മാത്രം ഇടുന്നത്. അപ്പം അത് കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക്. ഗാർണിഷ് ചെയ്യാം. ബാക്കി ദം ചെയ്യുമ്പോൾ ഇനി എല്ലാം കൂടി ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇങ്ങനെ തന്നെ ആയാലും നമുക്ക് ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ അരച്ചു വെച്ച ഒരു സ്പെഷ്യൽ മസാലയില്ലേ, കസ്കസും കശുവണ്ടിയും കൂടി അരച്ചത്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒന്നും കൂടി സ്പൈസിയാണ് നല്ലത്. ഇപ്പോൾ ഭയങ്കര സ്പൈസി ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ. പിന്നെ റൈസ് ദം ചെയ്താൽ മതി. മസാല കണ്ട ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മസാല ഒക്കെ വേണ്ട. മിക്സി കഴിയുക. കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഒരു നാരങ്ങ ഇതിലേക്ക് നേരമല്ലേ. ഓക്കെ, ഇതാണ് മസാല. 1 കപ്പ് അരിയാണ് എടുത്തേക്കണ.
ബസ്മതി റൈസ്. ഇത് ഞാൻ വെള്ളത്തിലൊരു അരമണിക്കൂർ കുതിർത്തിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തെളിയണ വരെ കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി ഒരു അരമണിക്കൂർ. ചെമ്മീൻ സ്റ്റോക്ക് വാട്ടർ ഉണ്ട് ഇവിടെ, ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അത് 2.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കണത്. 1 കപ്പിന് 2 കപ്പ് വെള്ളം. കുറച്ച് നെയ്യ് ഒഴിക്കും. ഈ സ്പൈസസ് ഇടണം അതിൻ്റെ അകത്ത്. പട്ട, ഏലക്ക, കുരുമുളക് ഇട്ട് കൊടുക്കുക. അളന്ന് വെച്ച സ്റ്റോക്ക് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഉണ്ടാവും. നമ്മൾ കൂടുതൽ അങ്ങനെ ഒഴിക്കുമ്പോൾ റെഡി. മസാല ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഉപ്പിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. കരയല്ലേ വന്നേ കല്യാണി. അരി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു പകുതി വേവ് മതി കേട്ടാ. അപ്പൊ റൈസ് കണ്ട പകുതി വേവായിട്ടുള്ളൂ. ഇങ്ങനെ ഇറക്കണ്ട, വേണ്ട, പകുതി വേവായിട്ടുണ്ട്. കുറച്ച് വെള്ളവും ഉണ്ട് അതിൽ. അപ്പൊ ആ വെള്ളം അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, സവാള വറുത്തത്, കുറച്ച് കശുവണ്ടിയും മുന്തിരിയും വറുത്തത്, റൈസും കൂടി ഇടും. കുറച്ചും കൂടി ഇട്ട് ഒറ്റ വിസില്. അതിൽ കൂടുതലായി എന്നെ പറയരുത്, വെന്ത് പോയിട്ട് കേട്ടാ. അങ്ങനെ വിസിലിങ്ങനെ വരാൻ പോകുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കണം. കുക്കറിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടാ. അങ്ങനെ ഓഫ് ചെയ്യാൻ കാരണം ഇതിന്റെ വിസിൽ ഇതാണ്. ഇനി ഒരു അരമണിക്കൂർ ഇവിടെ ഇരുന്ന് സെറ്റ് ആകട്ടെ. ഇതിനുള്ള സാലഡൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ. ഓ ആവശ്യം എന്താ ഒന്ന് ഗാർണിഷ്. ഇത് ഗ്രീൻ ചട്നി, പുതിനയും മല്ലിയിലയും തേങ്ങയൊക്കെ ഇട്ട ചട്നി. ഇത് കുക്കുംബർ സാലഡ്. ഒരു പപ്പടം, ഒരു പൈനാപ്പിൾ, ഇനി ഒരു സാധനം കൂടി ഉണ്ട്, അമ്മച്ചി സ്പെഷ്യൽ അച്ചാർ. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും പോയി കണ്ട്. നല്ല ടേസ്റ്റിയുള്ള അച്ചാർ. നല്ല ടേസ്റ്റ്. നല്ല റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്യും. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. ബൈ.